ഹലോ, നമ്മുടെ തുടരും എഫക്റ്റിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ജോലിക്ക് പോയില്ല. സമാധാനം. കട്ടിൽമേൽ അതുകൊണ്ട് തന്നെ എണീക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തെങ്കിലും ആവട്ടെ, കുറേ നേരം എണീക്കണം എന്ന് വെച്ചിട്ട് പക്ഷെ ഞാൻ ഈ ഒരു മാന്ത്രിക വലയത്തിലാണ്, അനങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ എണീക്കും, കാരണം ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അമ്മേ, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ലോണ്ട്രി പരിപാടി. അതായത് എന്നൊക്കെ മുടക്കുണ്ടോന്ന് ലോണ്ട്രി ഉണ്ടാവും, അതങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ ഈസ് സ്റ്റണ്ണിങ്. വേറെ വാക്കുകളൊന്നും പറയാനില്ല. ആഹാ, ഇത്ര അതിമനോഹരമായ കാലാവസ്ഥ വന്നിട്ട് എത്ര ദിവസമായി എന്നറിയോ. അതുകൊണ്ട് ഞാൻ കാലത്ത് എണീറ്റ് നല്ല ഹാപ്പി ആയിട്ടാണ്. കാരണം ഇന്നലെ തണുപ്പ്, മിനിഞ്ഞാന്ന് മഴ, അങ്ങനെയൊക്കെ അതിൻ്റെ പേരിൽ ഇന്ന് നല്ല കാലാവസ്ഥ വന്നതിൻ്റെ പേരിലും ഐ എം വെരി ഹാപ്പി. ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യും. ലോണ്ട്രി സെറ്റ് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം അടുത്ത 2 ദിവസത്തേക്കുള്ളത്. പിന്നെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ മെൻ്റലി ഭയങ്കര കാമാണ്, ചില്ലാണ്, നല്ല ഹാപ്പിയാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറേ ദിവസം ക്ലാസ്സിൽ പോയി, കുറേ ദിവസം ജോലിക്ക് പോയി, അത് കഴിഞ്ഞൊരു ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ്. നമ്മളൊന്നും ചെയ്യില്ല, സമയം പോകുന്നത് നോക്കിയിരിക്കുക. അതിലും മനോഹരം നമ്മൾ വെറുതെ ആകാശം നോക്കിയിരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു സെറ്റപ്പ്. ഫോൺ ഉപയോഗിക്കില്ല, ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നമുക്കൊരു പോസിറ്റീവ് എനർജി വരും അടുത്ത കുറച്ച് ദിവസത്തേക്കുള്ള. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണേ. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നവരാണോ? നിങ്ങളുടെ കമൻസ് പറ അതിനെക്കുറിച്ചിട്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആദ്യത്തെ പരിപാടി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ്. ഫുഡ് ഉണ്ടാക്കുക ഇൻ ദ സെൻസ്, ഞാൻ ഇന്നലെ ഓൾറെഡി ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഒക്കെ നുറുക്കി കുട്ടപ്പനാക്കി വെച്ചിരുന്നു. അതായത് സവാള കാര്യങ്ങളൊക്കെ. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയി ഉണ്ടാക്കണ്ടേ. കണ്ടില്ലേ, ഇന്നലെ നുറുക്കി വെച്ച സവാള ഇരിക്കുന്നത്. ഇതെടുത്ത് നേരെ ആ പാത്രത്തിലിട്ട് ഷൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയാൽ മതി. പോർക്ക് ഞാൻ ഓൾറെഡി വെട്ടി നുറുക്കി ഇന്നലെ എവിടെ പോയി ഫ്രിഡ്ജിലുണ്ടായിരുന്നല്ലോ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതേ കണ്ടില്ലേ, ഇന്നലെ വെച്ചതിൻ്റെ പേരിൽ നല്ല സെറ്റായി ഉണ്ടാവണം. 1.25 കിലോ. അപ്പോൾ എവിടെ നിന്ന് പോർക്ക് മേടിച്ചെന്ന് ചിലവർക്ക് സംശയം ഉണ്ടാവും, മിക്കവർക്കും ഉണ്ടാവില്ല. ഞാൻ ബിദ്രോങ്ങിൽ നിന്ന് മേടിക്കുന്നുള്ളൂ അറിയാം. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വരണ സമയത്ത് ബിദ്രോങ്ങിൽ ചുമ്മാ കയറി ഇപ്പോൾ നല്ല ഡിസ്കൗണ്ട്. 6 സ്ലോട്ടി കിലോയ്ക്ക് പോർക്ക് ഇരിക്കുന്നു. മേടിച്ചു ഒരു 1.25 കിലോ. ഫ്രിഡ്ജ് അടച്ചില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലോണ്ട്രി പരിപാടി ചെയ്യാനായിട്ട്. അത് എത്ര ചെയ്താലും തീരൂലതേ. ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെച്ചു. പക്ഷെ ഇന്നലെ അലക്കാനുള്ള മടി കാരണം ചെയ്യാൻ പോയില്ല. പക്ഷെ ഇന്ന് ആദ്യമല്ല, ഫുഡ് ഉണ്ടാക്കി ഫുഡ് കഴിച്ച് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി അതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞൊന്ന് പഠിക്കാനിരിക്കണം, കാരണം 3 ദിവസം കഴിഞ്ഞൊരു പരീക്ഷയുണ്ട്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ കാലത്തെ പരിപാടികൾ. എൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു തോട്ട് കിട്ടി, അഥവാ ഒരു ത്രെഡ് കിട്ടി. വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളോട് കൂടി പറയാമെന്ന് വെച്ചു. നമുക്ക് റെഗുലർ ബേസിസിൽ നമ്മൾ പലതിനെയും പേടിക്കും. ഫിയർ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ജീവിതത്തിൽ പല പോയിന്റുകളിലും വരും. ഈ ഫിയർ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പോയിന്റ് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 2 അർത്ഥങ്ങളുണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ, അല്ലെങ്കിൽ ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. എത്ര മനോഹരമല്ല ഇത്? കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഇതും കൂടി വന്നു, ഒരു റിയലൈസേഷൻ എന്നൊക്കെ പറയില്ല, ആ സാധനം വന്നു. ഒന്നല്ലെങ്കിൽ ഒക്കെ മറന്ന് ഓടിപ്പോവുക, അല്ലെങ്കിൽ എല്ലാം ഫേസ് ചെയ്യുക, അവിടെ നിന്ന് കൂടി ഉയർത്തെഴുന്നേക്കുക. പൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അതിനനുസരിച്ച് മാറും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോകാം. ആഘോഷകരമായിട്ട് നമ്മുടെ കറിപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മല്ലിയിലൊക്കെ ഇട്ട് നല്ല കിടിലൻ കറിയാണ് ഉണ്ടാക്കിയേക്കണത്. കണ്ടില്ലേ, നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആഘോഷകരമായി വേവിച്ചങ്ങോട്ട് എടുത്ത സൂപ്പർ പോർക്ക് ഫ്രൈ ആയിട്ടില്ല, നാളത്തേക്ക് ആയിക്കോളൂ. നാളെ ഒന്നും കൂടി ഞാൻ മുരിച്ചെടുക്കും. അതേപോലെ തന്നെ നമ്മുടെ തുണി അലക്ക് പരിപാടിയും കഴിഞ്ഞു, മുറി ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇനി പഠിത്തം കൂടി ഉണ്ട്, അതും കൂടി പെൻഡിങ് ഉള്ളൂ. അത് വൈകുന്നേരം നോക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യും, അങ്ങനെ അങ്ങോട്ട് പോട്ടെ കാര്യങ്ങൾ. കാരണം ഇടയ്ക്കൊക്കെ ഒരു ഒഴിവ് ദിവസം കിട്ടുക, കുറച്ച് ദിവസം ഒഴിവ് ദിവസത്തിന് നമ്മൾ ആഘോഷിക്കണമല്ലോ. വെറുതെ ഇരുന്ന് മടുത്ത് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങാമെന്ന്. പുറത്തിറങ്ങി ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ ഞാൻ അരി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ അരിയും കൂടി മേടിക്കാം എന്ന് വെച്ച് അങ്ങോട്ട് പുറത്തിറങ്ങി. ചുമ്മാ തെണ്ടി തിരിഞ്ഞടക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതും ഒരു സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ അരി മേടിക്കാൻ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോവുകയാണ്. വെറുതെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ മട്ടിക്കും.
മട്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസും ചെയ്യുന്നു. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ വന്നിട്ട് പച്ചമുളകുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, നീളം പയറുണ്ട്, നെല്ലിക്കയുണ്ട്, വെള്ളരിക്കയുണ്ട്, ബീൻസ് ഉണ്ട്, നേന്ത്രപ്പഴമുണ്ട്, വഴുതനങ്ങയുണ്ട്, കപ്പയുണ്ട്, മുരിങ്ങക്കായുണ്ട്, പേരയ്ക്കുണ്ട്, ഇഞ്ചിയുണ്ട്, ചെറുള്ളിയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ചേമ്പുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ മട്ടരിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മട്ടരി ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല, മഞ്ജു വാര്യരുടെ. അതേപോലെ ഇവിടെ മസാലകൾ ഇങ്ങനെ നിറച്ചിരിക്കുന്നുണ്ട്. മസാല ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് അരി മാത്രമേ മേടിക്കാനുള്ള ബഡ്ജറ്റുള്ളൂ. അതെ, ഗിവ് മി എ ഹായ് ഭയ്യ. ഭയ്യല്ല, സോറി, മലയാളി. പുള്ളി മലയാളിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പുള്ളിയാണ്. പുള്ളിയോട് പറഞ്ഞു നമ്മുടെ അരിച്ചാക്ക് ദേ ഇരിക്കുന്നു കണ്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് മേടിച്ചത്. യൂറോപ്പിലേക്ക് വരാൻ താല്പര്യത്തോടെ ഇരിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. ഉറപ്പാണ്, യൂറോപ്പിലേക്ക് മാത്രമല്ല, ഒന്ന് രക്ഷപ്പെടാനായിട്ട് നാട് വിട്ടു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോൾ യൂറോപ്പിലേക്കാണെങ്കിൽ അവിടെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം വൺ വേ ഓർ അനദർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയൊക്കെ നമ്മൾ മാച്ച് കളയാൻ നോക്കിയാലും അതൊരു സത്യമാണ്. പക്ഷേ ഈ പറയുന്ന പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ശക്തമായ മൈൻഡ് സെറ്റ്, അതായത് ഈ ലാംഗ്വേജിനെ കടത്തി വെട്ടാൻ പറ്റിയൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭാഷ ഒരു സെക്കൻഡറി പ്രശ്നമായി നിൽക്കും. അത് എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പറയുന്നതാണ്. കഷ്ടപ്പെടേണ്ടി വരും, കഷ്ടപ്പെടാണ്ടൊന്നും നടക്കില്ല എന്നാണല്ലോ. അപ്പോൾ കഷ്ടപ്പെട്ടാൽ ഭാഷ ഒരു സെക്കൻഡറി പ്രശ്നമാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറിയും കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഈ ഒരു ബേസിസിൽ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റിയാലിറ്റി സൈഡിലേക്ക് വരാം. ഇപ്പം ഇന്നലെ ഞാൻ ഭാഷ ഇല്ലെങ്കിലും പിടിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞു എൻ്റെ. ഇനിയിപ്പോൾ ഭാഷ ഒട്ടും അറിയാൻ പാടില്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇന്നലെ പറഞ്ഞതിന് തന്നെ എടുക്കാം. അതായത് ചില സാഹചര്യങ്ങളിൽ ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരും. രണ്ട്, ഇപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സംഭവം ഏതെങ്കിലും മാർക്കറ്റിൽ പോയി ഒരു സാധനം വില പേശി മേടിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിലൊരു ഡോക്യുമെൻറ്റ് സെറ്റ് ചെയ്യാനാവട്ടെ, അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കാണും. അതുണ്ട്, അത് ഏത് രാജ്യത്ത് പോയാലും ഉണ്ടാകും. അതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇല്ല. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞു വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സെറ്റായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നോളൂ. ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടന്നോളും. ജോലിയുടെ കേസായാലും അങ്ങനെ തന്നെ. ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടാൽ മതി. അപ്പം ശരി, കുറേ നടന്നു, സമാധാനമായി. ഇനി തിരിച്ച് ഞാനങ്ങോട്ട് പോകട്ടെ. അങ്ങനെ തെണ്ടലൊക്കെ കഴിഞ്ഞ് അവസാനം തിരിച്ച് ഹോസ്റ്റൽ പരിസരത്തേക്ക് എത്തി. കുറേ നേരം കയ്യിൽ ഈ കുട്ടനെ ഞാൻ ചോന്നു. കൈ വേനെടുത്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ നാടൻ ശൈലിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. തോളത്ത് കയറ്റി. ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം 10 കിലോ കൈമ്മ വിരലുമ്മ താങ്ങാനുള്ള ബലം നമ്മുടെ വിരലുകൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ഒരു ചെറിയ തണുപ്പും കൂടി ഉണ്ട്. ഇതാവുമ്പോൾ സേഫാണ്. അപ്പോൾ അതങ്ങനെ നടന്നു. അതേപോലെ തന്നെ അരിച്ചാക്കിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചത് 90 സ്ലോട്ടിക്കാണ്. ഇപ്പം ഇതിന് 110 സ്ലോട്ടി ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതേപോലെ കപ്പലണ്ടിയും മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പലണ്ടി, അതിന് കഴിഞ്ഞ പ്രാവശ്യം 7,99 ആയിരുന്നു. ഇന്ന് 5,99 ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്കല്ല, ഡോമിലേക്ക് പോവുക. എന്നിട്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് അല്ല, ഇനി എന്ത് ചെയ്യണ്ടേ? പഠിക്കണം. മറന്നുപോയി, പഠിക്കണം പോയിട്ടിനി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. തുണി അലക്കൽ നടന്നു, ഫുഡ് ഉണ്ടാക്കൽ നടന്നു, അരി മേടിക്കൽ നടന്നു, കുറേ നേരം തെണ്ടൽ നടന്നു. അപ്പം ശരി, നമുക്കിനി വേറൊരു നല്ല വ്ളോഗിൽ കാണാം. പ്രത്യേകിച്ച് ഒന്നും ഇനി പറയാനില്ല. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.